ഒരിക്കലുമില്ല. നമ്മൾ പിന്നെ കിട്ടാത്തതിനെ സംബന്ധിച്ച് വേദനിക്കുകയല്ല വേണ്ടത്, കിട്ടിയതിനെ സംബന്ധിച്ച് നമ്മൾ സന്തോഷിക്കുക വേണ്ടത്. മലപ്പുറം ജില്ലയിൽ നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ അവസരം കിട്ടിയ കോൺഗ്രസ് നേതാക്കൾ വളരെ പരിമിതമാണ്. ഞാൻ ജീവിക്കുന്നത് കൊണ്ടോട്ടി നിയോജകമണ്ഡലത്തിലാണ്. കൊണ്ടോട്ടിയിൽ നിന്ന് ചരിത്രത്തിൽ ഇന്നേ വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തിയിൽ മത്സരിക്കാൻ അവസരം കിട്ടാത്തൊരു നാടാണ്. ഒരുപാട് മർദ്ദനമായിട്ടൊരു നേതാവാണ്, ഒരുപാട് കാലം പട്ടാമ്പിയിൽ വർക്ക് ചെയ്തു. തഴയപ്പെട്ടു എന്നൊരു ഫീലിംഗ് ഉണ്ടോ? ഞാൻ 2021 നമുക്കറിയാം കേരളത്തിലെ 90 പേർക്കാണ് കോൺഗ്രസിൽ മത്സരിക്കാൻ അവസരം കിട്ടുക. 2021 ആ 90-ൽപ്പെട്ട ഒരാളാണ് ഞാൻ. ഈ പാർട്ടിയിൽ നിന്ന് എനിക്ക് ഒരുപാട് അവസരം കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഞാൻ നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും അതുപോലെ കോൺഗ്രസിന്റെയും ഉന്നത പദവി എനിക്ക് പാർട്ടി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടാമ്പിയെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സീറ്റിൽ എന്നെ മത്സരിക്കാനും പാർട്ടി മത്സരിപ്പിച്ചതാണ്. അപ്പൊ അങ്ങനെ വലിയ അവസരങ്ങൾ കിട്ടിയ ഒരാളാണ് ഞാൻ. അപ്പം ഇത്തരം ഒരു ഞാനത് മത്സരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചോ അല്ലെങ്കിൽ അത്തരം ഒരു കാര്യങ്ങൾ കണ്ടിട്ടോ അല്ല. നമ്മളന്ന് കൊടുത്തൊരു വാക്ക്, അവിടെ ഞാൻ നിൽക്കണമെന്ന് പാർട്ടി പ്രവർത്തകരുടെ ഒരു സ്നേഹനിർഭരമായിട്ടുള്ള ഒരു ക്ഷണം അത് സ്വീകരിച്ചാണ് ഞാൻ നിന്നത്. ഇനിയും ഞാൻ അവിടെ തന്നെ ഉണ്ടാകും. അവിടെ ഒരിക്കലും മുറിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ 5 വർഷക്കാലത്തിന് ശേഷം നേതാക്കൾ ആരെങ്കിലും താങ്കളെ വിളിച്ചിരുന്നു എന്തെങ്കിലും തരത്തിൽ? സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ശ്രീ AK ആന്റണി സാർ മുതൽ ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളും ബന്ധപ്പെട്ടിട്ടുണ്ട്. UDFന്റെ നേതാക്കള് ശ്രീ PK കുഞ്ഞാടി സാഹിബും അതുപോലെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവരൊക്കെ എന്നെ വിളിച്ചിരുന്നു. അത് സ്വാഭാവികമായും ആ പേര് ഉള്ളത് കൊണ്ടായിരിക്കാം അവരൊക്കെ എന്നോട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പട്ടാമ്പിയിൽ പരിഗണിക്കപ്പെട്ട വേറെ യൂത്ത് കോൺഗ്രസ് നേതാവ് വിമതനാണ്. അത് ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടുണ്ടായിട്ടുള്ളതാണ്. സ്വാഭാവികമായും 5 വർഷക്കാലം അവർക്കിടയിൽ പ്രവർത്തിച്ചതുകൊണ്ട് വൈകാരികമായി അവരൊക്കെ ഞാൻ വരുമെന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു. അപ്പൊ എന്നോടൊപ്പം കഴിഞ്ഞ 5 വർഷക്കാലം സംഘടനാ പ്രവർത്തനവും മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത ഒരാളാണ് ഷാഫി പട്ടാമ്പി. അപ്പൊ ഷാഫി പട്ടാമ്പി പെട്ടെന്ന് ഇത്തരമൊരു സാഹചര്യം വന്ന് എനിക്ക് സ്ഥാനാർത്ഥിത്വമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ശ്രമമാണത്. തീർച്ചയായും ഷാഫിയെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ഷാഫി ഉൾപ്പെടെ ഈ കേരളത്തിലെ UDFന്റെ വിജയത്തിന് വേണ്ടി മുന്നിൽ ഉണ്ടാകും. ഈ സത്യസന്ധമായിട്ട് പറയണം, റിയാസ് കഴിഞ്ഞ 5 വർഷമായിട്ട് പട്ടാമ്പിയിൽ അവിടെ പ്രവർത്തിക്കുകയാണ്. അതിനുശേഷം ഏറ്റവും മാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരാള് അവിടെ സ്ഥാനാർത്ഥിയാവുന്നു. റിയാസ് ഈ മലപ്പുറത്തു നിന്നുണ്ടായിരുന്ന ബന്ധമൊക്കെ വിച്ഛേദിച്ചാണ് അവിടെ പോയി പ്രവർത്തിച്ചത്. അപ്പോൾ റിയാസിനെ ശരിക്കും വേദനിപ്പിച്ചില്ല? അത് ഒരിക്കലുമില്ല. നമ്മൾ കിട്ടാത്തതിനെ സംബന്ധിച്ച് വേദനിക്കുകയല്ല വേണ്ടത്, കിട്ടിയതിനെ സംബന്ധിച്ച് നമ്മൾ സന്തോഷിക്കുക വേണ്ടത്. മലപ്പുറം ജില്ലയിൽ നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ അവസരം കിട്ടിയ കോൺഗ്രസ് നേതാക്കൾ വളരെ പരിമിതമാണ്. ഞാൻ ജീവിക്കുന്നത് കൊണ്ടോട്ടി നിയോജകമണ്ഡലത്തിലാണ്. കൊണ്ടോട്ടിയിൽ നിന്ന് ചരിത്രത്തിൽ ഇന്നേ വരെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തിയിൽ മത്സരിക്കാൻ അവസരം കിട്ടാത്തൊരു നാടാണ്. ആ കൊണ്ടോട്ടിയിൽ നിന്ന് വന്ന് ഈ മലപ്പുറത്ത് സംഘടനാ പ്രവർത്തനം നടത്തി എനിക്ക് 2021 മത്സരിക്കാൻ അവസരം തന്നൊരു പാർട്ടി. അപ്പോൾ അതുകൊണ്ട് ആ കിട്ടിയത് ഞാൻ ഏറ്റവും തൃപ്തനാണ്, അഭിമാനമുള്ളവനാണ്. ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം നേതാക്കളും ബന്ധപ്പെട്ടിരുന്നു മറ്റെന്തെങ്കിലും അവസരങ്ങൾ? വാർത്ത വന്ന സമയത്ത് തീർച്ചയായും സ്വാഭാവികമായി ബന്ധപ്പെട്ടു. പക്ഷെ അത് ഞാൻ പറഞ്ഞു അവരോട് അതിൽ യാതൊരു അടിസ്ഥാനവുമില്ല, അതൊരു വായുവിൽ നിന്ന് വന്ന വാർത്തയാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും അങ്ങനെ വലിയ ചർച്ചയിലേക്കൊന്നും പോയിട്ടില്ല. ഞാൻ തന്നെ നിഷേധിച്ചതുകൊണ്ട്, അത്തരം ഒരു വാർത്തക്ക് അടിസ്ഥാനമില്ല എന്ന് ഞാൻ തന്നെ പറഞ്ഞതുകൊണ്ട് പിന്നെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ.